അസ്സലാമു അലൈക്കും. പാദവാർഷിക പരീക്ഷയിൽ 5ാം ക്ലാസ്സിൻ്റെ താരീഖ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കാനാണ്. ഇടത്തെ ഭാഗത്തെ കോളത്തിലുള്ളത് വലത്തെ ഭാഗത്ത് ശരിയായതിലേക്ക് നടുവിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഞാനിവിടെ നമ്പർ ഇട്ടിട്ടുള്ളൂ, പക്ഷേ ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഇടത്തെ ഭാഗത്ത് വലത്തെ ഭാഗത്തേക്ക് നടുവിൽ കോളത്തിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി. 2 70 സ്വഹാബികൾ ഉഹുദിൽ ഷഹീദായി. 3 എഴുത്തും വായനയും പഠിപ്പിച്ചു ദരിദ്രരായ തടവുകാർ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനം സ്ഥാപിക്കുക. ബനു ഖുറൈള, ബനു കൈനുക്കാ. രണ്ടാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. അബൂജഹലിനെ പോലുള്ള ഡാഷ് അനിവാര്യമാക്കിയത്. ഇത് 2ാം പാഠത്തിലെ ഒരു വരിയാണ്. ഉത്തരം അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. അടുത്ത പ്രവർത്തനം പട്ടിക തയ്യാറാക്കാനാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളും കുതിരകളും ഒട്ടകങ്ങളും അങ്കികളും അതേപോലെ ശത്രുക്കളെ പക്ഷത്തു നിന്നുള്ളതും ഉഹുദ് യുദ്ധത്തിലെ ആണ് ഈ പട്ടികയിൽ എഴുതേണ്ടത്. ആദ്യത്തേത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ 313. അവർക്കുണ്ടായിരുന്ന കുതിരകൾ 3, ഒട്ടകങ്ങൾ 70, അങ്കികൾ 6. അടുത്തത് ശത്രുപക്ഷമാണ്. ശത്രുക്കൾ 1000 പേരുണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്ന കുതിരകൾ 200, ഒട്ടകങ്ങൾ 700, അങ്കികൾ 600. ഈ എണ്ണം എന്തായാലും പഠിക്കണം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ഒന്നാണിത്. 4ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാനാണ്. 1ാമത്തെ ചോദ്യം, ഹന്തക്കിന് അഹ്സാബ് യുദ്ധമെന്ന് പറയാൻ കാരണം എന്ത്? ഉത്തരം ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ. 2ാമത്തെ ചോദ്യം, ജബലുർ റുമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഉത്തരം ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത്. 3ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരുമായി ഉണ്ടാക്കിയിരുന്ന കരാറ് എന്തായിരുന്നു? ഉത്തരം മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ. അടുത്ത ചോദ്യം, ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഉത്തരം അക്രമമല്ല, ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം. 5ാമത്തെ ചോദ്യം, അസ്വത്ത് എന്നാൽ എന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്കാണ് അസ്വത്ത് എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം ക്രമത്തിൽ എഴുതാനാണ്. ഇത് ക്രമത്തിലാക്കി താഴേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ നമ്പർ ഇട്ടിട്ടുള്ളൂ. മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കാനാണ്. ഇവിടെ താഴെയുള്ളതിലേക്ക് മുകളിലെ യോജിച്ചത് എടുത്ത് എഴുതാനാണ്. അത് എടുത്ത് എഴുതുക തന്നെ വേണം, നമ്പർ ഇട്ടാൽ പോരാ. ഇതിപ്പോൾ ഞാൻ നമ്പർ ഇട്ടെന്നേ ഉള്ളൂ. 1 അവരുടെ തമ്പുകൾ കടപുഴകി വീണു. 2 അമ്പെയ്ത്തിൽ വിദഗ്ധരായവർ ജബലുർ റുമാത്തിൽ. 3 അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു. 4 എല്ലാം ദീനിനു വേണ്ടി സഹിക്കാൻ. 5
യുഖാത്തലൂന ബി അന്നഹും ളുലിമു ഉദിന ലില്ലദീന. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.